കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ഛന്റെ ആത്മഹത്യാശ്രമം എന്ന വാർത്ത കേട്ടിട്ടാണ് നിധിയും സുധീഷും ഓടിക്കതിച്ച് വീട്ടിലേക്ക് പാഞ്ഞെത്തിയത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് സ്വാഗതം പറയുന്ന മുഖങ്ങളായിരുന്നില്ല. സ്വന്തം ചോരയിൽ പിറന്ന മകൾ അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടും അരുൺ അവളെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചു. നിസ്സഹായതയോടെ കണ്ണീരോടെ മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച അവർ കണ്ടത്. സൂര്യ, നിധിയുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണക്കാരനായ അവളുടെ സ്വപ്നങ്ങൾ തകർത്ത ആ ക്രൂരൻ. കാറിൽ വന്നിറങ്ങിയ സൂര്യയെ നിധി കണ്ടതും പരിഹാസത്തോടെ ചിരിച്ച് അടുത്തേക്ക് വന്നു. അങ്കിളിനെ കാണാൻ വന്നതാണല്ലേ? വീട്ടിൽ ആരും സമ്മതിച്ചില്ലല്ലോ. പേടിക്കണ്ട, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാം. സൂര്യയുടെ വാക്കുകളിൽ വിഷം നിറഞ്ഞിരുന്നു. അവൻ അവളുടെ കഴുത്തിൽ സുധീഷ് കെട്ടിയ താലിയിലേക്ക് ഉറ്റുനോക്കി. അവൻ എനിക്ക് പ്രശ്നമില്ല. അവൻ കെട്ടിയ താലി നീ അങ്ങ് അഴിച്ചു മാറ്റിച്ച് നീ എൻ്റെ കൂടെ വായോ. ഞാൻ നിന്നെ നോക്കിക്കോളാം. അതോടുകൂടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. സൂര്യയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ട് സുധീഷിന് രക്തം തിളച്ചു. അവൻ സൂര്യയെ നേരിടാൻ ഒരുങ്ങിയെങ്കിലും നിധി അവനെ തടുത്തു. പക്ഷേ സൂര്യ അടങ്ങിയില്ല. അവൻ വീണ്ടും നിധിയുടെ കൈകളിലേക്ക് കയറി പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. അതോടുകൂടെ നിധിയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അവൾ സൂര്യയുടെ കവിളത്തേക്ക് ആഞ്ഞടിച്ചു. 1, 2 അങ്ങനെ അടി കൊടുത്ത പൊളഞ്ഞ് സൂര്യനെ നോക്കി അവൾ അലറിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛനെ കൊണ്ടുപോയി കാണിക്കാൻ നീ ആരാടാ? എൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലാവാൻ കാരണം നീ തന്നെയാണ്. നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നതുവരെ എല്ലാം സന്തോഷത്തിലായിരുന്നു. നീ തന്നെയാണ് എല്ലാം നശിപ്പിച്ചത്. നിന്നെ പേടിച്ചിട്ടാ ഞാൻ വീട് വിട്ട് ഓടിപ്പോയത്. സൂര്യ തിരിച്ചടിക്കാൻ കയ്യോങ്ങിയെങ്കിലും സുധീഷ് ഒരു ഇടിമിന്നൽ പോലെ ഇടയിൽ കയറി അങ്ങ് നിന്നു. അവൻ്റെ കൈ പിടിച്ചു വെച്ചു. സുധീഷിൻ്റെ സംരക്ഷണത്തിൽ നിന്നും നിധി വീണ്ടും ആവേശത്തോടെ സൂര്യനെ നേരിട്ടു. നിനക്ക് ഈ ലോകത്ത് എന്നെ മാത്രമേ കണ്ടുള്ളൂ. സൈക്കോയാണ് നീ, തനി സൈക്കോ. അവളുടെ കൈകൾ വീണ്ടും സൂര്യൻ്റെ കവിളിൽ പതിച്ചു. ഒടുവിൽ സുധീഷ് അവനെ പിടിച്ചു തള്ളി. നിലത്ത് വീണ സൂര്യൻ ചോര കണ്ട് പേടിച്ച് മമ്മി ചോര എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. നിധിയും സുധീഷും ആ കാഴ്ച അവഗണിച്ച് ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു. ആശുപത്രിയിലെ ഐസിയുവിന് മുന്നിൽ ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. രാജീവ് എന്ന അച്ഛൻ മകളുടെ ഒളിച്ചോട്ടം നൽകിയ അപമാനത്താൽ ജീവനൊടുക്കാൻ ശ്രമിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ഡോക്ടർമാർ പ്രതീക്ഷയോടെ കൈവിടാതെ ശ്രമിക്കുന്നുണ്ട് എങ്കിലും രാജീവന്റെ മനസ്സ് തകർന്നിരുന്നു. കൗൺസിലിംഗ് വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. റിസപ്ഷനിൽ വിവരം തിരക്കി നിധിയും സുധീഷും ഐസിയുവിന് മുന്നിലെത്തി. അച്ഛ എന്ന് വിളിച്ച് അവൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് അമ്മ ഹേമയും നാത്തൂൻ സാന്ദ്രയുമായിരുന്നു. മകളെ കണ്ടതും ഹേമയുടെ നിയന്ത്രണം വിട്ടു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ആരുടെ അച്ഛനെ കാണാനാണ്? അമ്മയുടെ ചോദ്യങ്ങൾ ചാട്ടുള്ളി പോലെ തന്നെ നിധിയുടെ നെഞ്ചിൽ തറച്ചു. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി എൻ്റെ താലി അറുത്താലും വേണ്ടില്ല എന്നല്ലേ നീ കരുതിയത്? ഹേമ പൊട്ടിത്തെറിച്ചു. നിന്നെ വളർത്ത് വലുതാക്കിയതിന് നീ തന്ന പ്രതിഫലം ഇതാണോടി? അമ്മ അവളെ പൊതിരെ തല്ലി. സാന്ദ്രയും അരുണും ചേർന്ന് അമ്മയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ബഹളം കേട്ട് നേഴ്സ് അങ്ങോട്ടേക്ക് ഓടിയെത്തി ശ്വാസിച്ചപ്പോഴാണ് രംഗമൊന്ന് ശാന്തമായത്. എങ്കിലും ഹേമയുടെ കോപം അടങ്ങിയില്ല. എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ്. നീ ഞങ്ങൾക്ക് ആരുമല്ല, ഇറങ്ങിപ്പോടി. അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ നിധി തകർന്നു പോയി. ഒരു തവണ ഞാനൊന്ന് കണ്ടോട്ടെ അമ്മേ എന്നവൾ കെഞ്ചി. അപ്പോഴേക്കും അരുൺ അങ്ങോട്ടേക്ക് എത്തി. വീട്ടിൽ വന്ന് നാടകം കളിച്ചത് പോരായിട്ട് നീ ഇവിടെയും വന്നോ? അവൻ നിധിയെ തല്ലാൻ കയ്യോങ്ങി. സാന്ദ്ര ഇടയിൽ കയറി. ഇവൾ ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് കൊണ്ടുപോ സാന്ദ്രയെ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇവൾ എൻ്റെ പെങ്ങളല്ല, അരുൺ അലറിക്കൊണ്ട് പറഞ്ഞു. ഒടുവിൽ സാന്ദ്ര നിധിയെ ബലമായി പിടിച്ചു വലിച്ചു മാറ്റി. ഒരേ ഒരു തവണ ഞാനൊന്ന് കണ്ടോട്ടെ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് തന്നെ നിധി സാന്ദ്രയുടെ പിന്നാലെ പോകേണ്ടി വന്നു. ആ കാഴ്ച കണ്ട സുധീഷിന്റെ മനസ്സ് നീറി. മാറി നിന്ന് സാന്ദ്ര നിധിയോട് സംസാരിച്ചു. സാന്ദ്രയ്ക്ക് നിധിയുടെ അവസ്ഥയോർത്ത് സഹതാപം ഉണ്ടായിരുന്നുവെങ്കിലും സാഹചര്യങ്ങളൊക്കെ എതിരായിരുന്നു. നിധി, നീ ഇപ്പോൾ ഇവിടെ നിൽക്കരുത്, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അരുണേട്ടൻ കാണും മുൻപ് നീ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലത്, സാന്ദ്ര ഉപദേശിച്ചു. സ്വന്തം വീട്ടുകാർ ആട്ടിയോടിക്കുമ്പോൾ പോവാൻ ഒരിടമില്ലാതെ നിധി പകച്ചു നിന്നു. ഒടുവിൽ സാന്ദ്ര അതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. നീ തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സുധീഷിനോട് നന്ദി പോലും പറയാൻ നിൽക്കാതെ സാന്ദ്ര നിധിയെ സുധീഷിനൊപ്പം പറഞ്ഞയച്ചു. താൻ ആള് കൊള്ളാലോ, പാവം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചുവല്ലേ എന്ന് സാന്ദ്ര സുധീഷിനോട് ചോദിച്ചപ്പോൾ അവൻ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. നിധിയുടെ സുരക്ഷ മാത്രമായിരുന്നു ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം. യാത്രക്കിടയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിൻ്റെ ജോലിയിൽ സുധീഷിനെക്കുറിച്ചും നിധിയെക്കുറിച്ചും അപവാദം പറയുന്നത് കേൾക്കാമായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ സുധീഷ് നിധിയെ കൊണ്ട് സാന്ദ്രയുടെ വീട്ടിലേക്കെത്തി. സാന്ദ്രയും അച്ഛനും അമ്മയും അത്ര താല്പര്യത്തോടെയൊന്നുമല്ല അവരെ സ്വീകരിച്ചത്. സാന്ദ്ര വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവൾ അകത്ത് കയറ്റുന്നത്.
പക്ഷേ ആ പയ്യൻ, സാന്ദ്രയുടെ അമ്മ രേഖ, സുധീഷിനെ നോക്കി മുഖം ചുളിച്ചു. അവൻ ഇവിടെ നിൽക്കാൻ പാടില്ല, അത് ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവും. ഇത് കേട്ട നിധിക്ക് സഹിച്ചില്ല. സുധീഷ് ഇവിടെ നിൽക്കില്ല, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് വന്നു. ഗേറ്റിന് വെളിയിൽ തൻ്റെ ജീപ്പിൽ ചാരി നിൽക്കുകയായിരുന്നു സുധീഷ്. നിധി അങ്ങോട്ടേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ നന്ദിയും സങ്കടവും നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ കാരണം നീ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ എല്ലാം ശരിയാവുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നിധി വിതുമ്പി. സുധീഷ് പോയിക്കോളൂ, ഇനി വരുന്നിടത്ത് വെച്ച് ഞാൻ നോക്കിക്കോളാം. പോകാൻ മടിച്ചു നിന്ന് സുധീഷിന് നേരെ നോക്കി അവൾ കയ്യിലെ സ്വർണ്ണവള ഊരി നീട്ടി. ഇത് കയ്യിൽ വെച്ചോളൂ, എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല സുധീഷിന് തരാന്. സുധീഷ് ഒരുപാട് പണം ചെലവാക്കിയെന്നൊക്കെ എനിക്കറിയാം. അന്നേരം സുധീഷിന് ഒരു അത്ഭുതമായിരുന്നു. സുധീഷ് അത് നിരസിച്ചു. ഇയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിപ്പോവാൻ ഞാനെന്താ കൊള്ളക്കാരനാണോ? പണമൊന്നും എനിക്ക് പ്രശ്നമല്ല നിധി. പക്ഷേ നിധി നിർബന്ധിച്ചു. ദയവ് ചെയ്ത് നിങ്ങളിത് വാങ്ങണം, അതൊരു കടമായിട്ടല്ല, സ്നേഹമായിട്ട് കണ്ടാൽ മതി. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കാമെന്നും പറഞ്ഞ് അവൻ ആ വള വാങ്ങിച്ചു. ഇനി എന്ത് എന്ന സുധീഷിൻ്റെ ചോദ്യത്തിന് നിധിക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് കാണണം. ഈ കല്യാണം വെറും ഒരു അഭിനയമായിരുന്നുവെന്ന് അച്ഛനെ ബോധ്യപ്പെടുത്തണം. സൂര്യ ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നും ഞാനും സുധീഷും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഒരു ബന്ധവുമില്ലെന്നും വീട്ടുകാരെ അറിയിക്കണം. ഇത് കേട്ട സുധീഷിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അവന് നിധിയോട് തോന്നിയ ഇഷ്ടം, സ്നേഹം അതൊന്നും തന്നെ അവൾ അറിഞ്ഞിട്ടില്ല. അതോ ഇനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇനി തമ്മിൽ കാണില്ല അല്ലേ? സുധീഷ് ഇടറുന്ന ശബ്ദത്തിൽ തന്നെ നിധിയോട് ചോദിച്ചു. നിധി പുഞ്ചിരിച്ചു. എല്ലാം ശരിയായാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ വരും. സുധീഷിൻ്റെ വീട്ടുകാരോട് എനിക്ക് നന്ദി പറയണം. എനിക്ക് അവരെയൊക്കെ വലിയ ഇഷ്ടമായി. സുധീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം വീട്ടുകാർ പോലും തന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ അപരിചിതനായ ഇവൻ തനിക്ക് വേണ്ടി എത്ര സഹിച്ചു. അടി കൊണ്ടു, അപമാനം സഹിച്ചു, പണം ചിലവാക്കി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ നിധി പെട്ടെന്ന് തന്നെ ഓടി വന്ന് സുധീഷിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, എൻ്റെ ലൈഫിൽ കുറച്ചു കാലമേ നിങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഒരു റിയൽ ഫ്രണ്ട് തന്നെയാണ്. ഒരു റിയൽ ഫ്രണ്ട് എന്താണെന്ന കാര്യം നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അവൾ തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അല്ല, ഫ്രണ്ടല്ല, അതിക്കും മേലെ. ആ വാക്കുകൾ സുധീഷിൻ്റെ ഹൃദയത്തിൽ ഒരു മഴവില്ല് പോലെ തെളിഞ്ഞു. അവൾ അവനെ വിട്ട് കണ്ണീരോടെ ചിരിച്ചുകൊണ്ട് തന്നെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി. ഗേറ്റിന് പുറത്ത് നിധി നൽകിയ ആ ഒരു സ്വർണ്ണവളയും പിടിച്ച് അവൾ പോയ വഴിയിലേക്ക് നോക്കി സുധീഷ് തനിച്ചു നിന്നു. പ്രണയമാണോ സൗഹൃദമാണോ എന്ന് വേർതിരിക്കാനാവാത്ത ഒരു വികാരം അവൻ്റെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ഒരു വശത്ത് നഷ്ടബോധവും മറുവശത്ത് അവൾ സുരക്ഷിതയാണല്ലോ എന്ന ആശ്വാസവും. കാറ്റത്തെ കിളിക്കൂട് ഒരുപോലെ ഉയരുന്ന അവരുടെ ജീവിതം ഇനി എങ്ങോട്ടേക്ക് പോകുമെന്ന് കാലം തെളിയിക്കട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാട്ടോ. നാളത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും